ക്ഷമ മറുപടി പറഞ്ഞോളൂ. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനും അനിൽകുമാറിനും. അപ്പം ഞാൻ പറയുന്ന പറഞ്ഞാൽ എത്ര സംസ്ഥാനത്തിൻ്റെ അന്ന് CPM നേരിട്ട് ഏറ്റുമുട്ടുന്ന BJPയുടെ ഒക്കെ ഒരു സംസ്ഥാനമില്ല. കോൺഗ്രസ് പാർട്ടിയാണ് BJPയുടെ ഒക്കെ ഏറ്റുമുട്ടുന്നത് ഈ കുറേ സംസ്ഥാനത്തിൽ. സുപ്രീം കോർട്ട് എന്താന്ന് ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞത്, there should be a level playing field and hence national parties can take the electoral bonds എന്ന് പറഞ്ഞാൽ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് വേണം. അപ്പം അവിടെ രാജസ്ഥാൻ്റെ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു, ഛത്തീസ്ഗഡിൻ്റെ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു, മധ്യപ്രദേശ് ചേർന്ന. അപ്പം BJP ഇലക്ട്രൽ ബോൺസ് ഉപയോഗിക്കും. അതൊരു നിയമമാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കണം. 2017 ഫൈനാൻസ് ബിൽ പാസ് ചെയ്തിട്ടൊരു നിയമമാക്കിയതാണ് ഇലക്ട്രൽ ബോൺസ്. ഓക്കെ, നമ്മൾ ആരും എതിരായിട്ട് ചെയ്യുന്നതല്ല, സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്നൊരു നിയമമാണ്. അപ്പം അതിൽ അവർ പറയും ലെവൽ പ്ലേയിങ് ഫീൽഡ് വേണം. അപ്പം അവർ പൈസ എടുക്കാൻ ഞങ്ങൾ എടുക്കില്ല. എന്തായാലും നമ്മൾ തെരഞ്ഞെടുപ്പ് നോക്കുമല്ലോ, ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ ആ ഇലക്ട്രൽ ബോൺസ് എടുത്തിട്ടില്ലെങ്കിൽ. ബിക്കോസ് CPM ആവശ്യമില്ല. ഒന്ന് CPM ഒരു സംസ്ഥാന രാഷ്ട്രം ചെയ്യുന്ന ഒരു സംസ്ഥാനത്തിലുള്ളൂ. രണ്ടാമത് ഒരു കോർപ്പറേറ്റും CPM പൈസ കൊടുക്കില്ല. അവർ ചാണകം കൊടുക്കുമായിരിക്കും CPM, പക്ഷെ പൈസ കൊടുക്കില്ല. നിവേശത്തിൻ്റെ എതിരായിട്ടുള്ളതല്ലേ CPM ഒരു നിവേശം വിടാത്തതല്ലേ കേരളം, നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ രണ്ടാമത്തെ ദിവസം അവരെ കൊക്കക്കോള വന്നതിന് ശേഷം എന്ത് പറ്റി, നിങ്ങൾക്കെതിരെ ഉയരുന്ന ആരോപണത്തിനുള്ള കൃത്യമായ മറുപടി വേണ്ടേ? നിങ്ങൾക്ക് ആര് പണം തരുന്നു എന്ന് അറിയാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കില്ല. അത് വ്യക്തമാക്കാനുള്ള ജനങ്ങളോട് പറയാൻ, ജനങ്ങളോടെല്ലാം പറയണമെന്നാണ് രാഹുൽ ഇപ്പോൾ ആവർത്തിച്ച് മോദിക്കെതിരെ പറയുന്നത്. അപ്പോൾ രാഹുലും അത് ചെയ്യേണ്ടതുണ്ട്. ആ നിലയ്ക്കുള്ള ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള മറുപടി ക്ഷമ. അല്ല സ്മൃതി, ഞാൻ കണ്ടത് പറഞ്ഞാൽ ഞാൻ ഈ ചാനലിൽ നിന്ന് ഇപ്പം ഇറങ്ങിപ്പോവും. നിങ്ങൾ അനിൽകുമാർ സംസാരിക്കുമ്പോൾ ഇടപെട്ടിട്ടില്ല, ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇടപെടുന്നത്? ഞാൻ മറുപടി പറയുന്നുണ്ടല്ലോ, ഞാൻ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഇനി ഇടപെട്ട് കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോവാം. എനിക്ക് ചർച്ച ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല. ബിക്കോസ് ഇത് നിങ്ങൾ ഈ കൈൻഡ് ഓഫ് ഡിഫറൻസിയേഷൻ കണ്ട CPM പ്രോ CPM ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവിടുന്ന് ചർച്ച ചെയ്യാൻ പറ്റില്ല. ഞാൻ മറുപടി പറയുന്ന ഓരോ പോയിന്റ് ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ദേശീയ പാർട്ടിയാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആ സമയം വേണം. ബിക്കോസ് നമുക്ക് ഓരോ സംസ്ഥാനത്തിൽ ഇലക്ട്രൽ ബോൺസ് ഉണ്ട്. ഞങ്ങളെ പോലെ ചെറിയ പാർട്ടിയല്ല, പോലെ CPM പോലെ ചെറിയ പാർട്ടിയല്ല. ത്രിപുരയിൽ നിന്ന് പുറത്താക്കി, പശ്ചിമ ബംഗാളിൽ നിന്ന് പുറത്താക്കി, വെറും ഒരു സംസ്ഥാനത്തിലുള്ള പാർട്ടിയല്ല കോൺഗ്രസ് പാർട്ടി. രണ്ടാമത് പിന്നെ ആ പോയിന്റ് ഞാൻ പറയാൻ പോയത്, വക്കീൽ പറഞ്ഞു ഹരീഷ് സാൽവയുടെ പോയിന്റ്. എനിക്ക് എല്ലാവർക്കും അറിയാം ലാവ്ലിൻ കേസിൽ ആരാ ബാധിച്ച ഹരീഷ് സാൽവെ അരമണിക്കൂറിന് എടുക്കുന്നത് 50 ലക്ഷമാണ്. ഈ 50 ലക്ഷം എവിടുന്ന് കിട്ടി CPM? എനിക്കിന്ന് അറിയണം. ആരാ കൊടുത്തത്? പിണറായി വിജയന്റെ അക്കൗണ്ടിൽ നിന്നാണ് പോയത്. അന്നേരം പിണറായി വിജയന് നല്ല പണം ഉണ്ടാവും. അല്ലെങ്കിൽ ഞങ്ങൾ കേരളയിലെ ടാക്സ് കൊടുക്കുന്ന പൈസ എന്നാണ് ഹരീഷ് സാൽവെന് പോയത്. അത് നമുക്ക് ഇന്ന് അറിയണം. ഇന്ന് അനിൽകുമാർ അതിന്റെ മറുപടി പറയണം. എവിടുന്നാണ് ഹരീഷ് സാൽവെയാണ് നമ്പർ 1 ലോയർ ഇന്ത്യയിൽ, അതറിയോ? അപ്പം ഈ വക്കീലിന് എവിടുന്ന് പൈസ കിട്ടി? ചിരിക്കല്ല, ഞാൻ എൻ്റെ പോയിന്റ്സ് എല്ലാം തീർക്കട്ടെ. പിന്നെ ഞാൻ പറയാൻ പോകുന്നത്, ഞങ്ങൾ ആരും ഒരു മുഖ്യമന്ത്രിയും പൊൻകൊള്ളക്കടത്തത്തിൽ ഇൻവോൾവ് ആയിട്ടില്ല, ഒരു മുഖ്യമന്ത്രിയും. നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ സരിതയുടെ വാക്കുകൾ വിശ്വസിക്കും. സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുണ്ട് അവൾക്ക് പിള്ളേന്ന് പറയുന്ന ഒരാളടുത്ത് ഇലക്ട്രൽ ബോണ്ട് ചോദ്യത്തിനുള്ള മറുപടിയാണോ ഇത് എന്ന് ക്ഷമ പരിശോധിക്കുക. അല്ല, അനിൽകുമാർ മറ്റേ സൈഡിൽ പോയാലും നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. സ്മൃതി പറഞ്ഞില്ല. ഹരീഷ് സാൽവയുടെ കാര്യത്തിൽ പറഞ്ഞത് SBI എങ്ങനെയാണ് ഹരീഷ് സാൽവെ കൊണ്ട് ഒരു അഭിഭാഷകനെ വെച്ചത് എന്നുള്ളതായിരുന്നു ചോദ്യം. അത് CPM-നെതിരെ പ്രതിനിധിയെങ്കിൽ അല്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കൂ, എന്നിട്ട് എന്നെ ഇന്ററപ്റ്റ് ചെയ്യൂ. ഞാൻ എന്റെ പോയിന്റ്സ് തീർന്നിട്ടില്ല. ഞാൻ കേട്ടത് വക്കീല് 10 മിനിറ്റ് സംസാരിച്ചു, സ്മൃതി അനങ്ങാണ്ടിരുന്നു. അനിൽകുമാർ 10 മിനിറ്റ് സംസാരിച്ചു. 10 മിനിറ്റ് സംസാരിച്ചതൊക്കെ ഇലക്ട്രൽ ബോണ്ടിലാണ്. ഞാൻ ക്ഷമയുടെ മറുപടി കേൾക്കാൻ തയ്യാറാണ് ക്ഷമ. പക്ഷേ ഇലക്ട്രൽ ബോണ്ടിലായിരിക്കണം പ്രതികരണം. മറ്റു വിഷയങ്ങൾ നമുക്ക് ഒരുപാട് പറയാനുണ്ടല്ലോ, നമ്മൾ വീണ്ടും ചർച്ച ചെയ്യുന്നതാണല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത് അവിടുന്ന് വേറെ അല്ല, ഞാൻ ഇലക്ട്രൽ ബോണ്ടിന്റെ ഞാൻ കാണിക്കുന്നില്ല. അവരും എങ്ങനെയാണ് അഴിമതിയിൽ മുങ്ങിയിരിക്കുന്നത് അതും പറയണല്ലോ. വീണ വിജയൻ ഇതുവരെ ED ചോദ്യം ചെയ്തിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് എല്ലാ പോയിന്റും പറയണം. ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ടിൽ ഞങ്ങൾ ഭയങ്കര ക്ലിയർ ആണ്. ഞങ്ങൾ പല പ്രാവശ്യം പറയുന്ന ഒരു പോയിന്റ് ആണ്, ഞങ്ങൾക്ക് ഒന്നും ഇതിൽ ഒളിപ്പിക്കാനില്ല. നിങ്ങൾ പറഞ്ഞിരിക്കുക ഇലക്ട്രൽ ബോണ്ടിൽ 2016 PIL ഫയൽ ചെയ്തതാണ് കോൺഗ്രസ് പാർട്ടി. ഞങ്ങൾ അന്ന് ഇതിന്റെ എതിരായിരുന്നു. ആരാന്ന് പറഞ്ഞത് ദിസ് ഈസ് എ ബിഗ് സ്കാം? ആരാന്ന് 2019 പറഞ്ഞത് ഇത് വലിയ സ്കാമാണ്? രാഹുൽ ഗാന്ധി, വേറെ ആരുമല്ല. ഇവരെ ചോദിക്കുക, രാഹുൽ ഗാന്ധി പറയാം പൈസ ഇവിടെ ഇട്, പൈസ എന്താ നിങ്ങൾ പറയുന്നത്? രാഹുൽ ഗാന്ധി ആയിരുന്നു
ഏറ്റവും എതിര് 2019 ഞാൻ കാണിച്ചൊരു പത്രസമ്മേളനം രാഹുൽ ഗാന്ധി ഇത് ഏറ്റവും വലിയ കൊള്ളക്കടത്താണ് ഈ ഇലക്ട്രൽ ബോണ്ട്സ്. മെന്നാന്ന് രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു പത്രസമ്മേളനത്തിൽ, ഇറ്റ് ഈസ് എക്സ്റ്റോർഷൻ, ദിസ് ഇസ് എൻ എക്സ്റ്റോർഷൻ റാക്കറ്റ്. ഏത് CPM പറഞ്ഞിരിക്കുക? CPM ഇപ്പൊ BJPയുടെ ഒക്കെ അല്ലേ? എന്തുകൊണ്ട് പിണറായി വിജയൻ പത്രസമ്മേളനം ചെയ്തില്ല? പിണറായി വിജയൻ പത്രസമ്മേളനം ചെയ്തിട്ട് പറയായിരുന്നു. രാഹുൽ ഗാന്ധി ചെയ്തല്ലോ പത്രസമ്മേളനം, പറഞ്ഞു ഇറ്റ് ഈസ് എൻ എക്സ്റ്റോർഷൻ റാക്കറ്റ്. ഒച്ചത്തിൽ പറഞ്ഞില്ലേ? രാഹുൽ ഗാന്ധി 2019 പറഞ്ഞല്ലോ, ദിസ് ഇസ് ദ ബിഗ്ഗസ്റ്റ് സ്കാം ഇൻ ഇന്ത്യ. ആരൊക്കെ നിങ്ങൾക്ക് പണം നൽകി എന്നുള്ള കാര്യം വെളിപ്പെടുത്താനുള്ള സമയമാണോ ഇപ്പോൾ കോൺഗ്രസ് തേടുന്നത്, അതോ പറയില്ല എന്നാണോ, അറിയില്ല എന്നാണോ? അതിലൊരു വ്യക്തത വരുത്താമോ? SBI അല്ല, ഒരു മിനിറ്റ് സ്മൃതി, അല്ല സ്മൃതി, SBIനോട് പറഞ്ഞിരിക്കുക കൃത്യമായിട്ട്, SBIനോട് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക, നിങ്ങൾ നാളെ ആൽഫ ന്യൂമെറിക്കൽ നമ്പർ ആയിട്ട് വരണം. ബിക്കോസ് എന്നാൽ നമുക്കറിയാം ആർക്ക് ഏത് കമ്പനിയെ ഏത് പാർട്ടിക്ക് പൈസ കൊടുത്തത്. ഞങ്ങൾ അതിനെ എതിർത്തിട്ടില്ല. രാഹുൽ ഗാന്ധി അല്ല പറഞ്ഞ ഇറ്റ്സ് എ ബിഗ് എക്സ്റ്റോർഷൻസ്. ശരി, അങ്ങനെ SBI പുറത്തുവിടുമ്പോൾ കോൺഗ്രസിന്റെ കണക്കും പുറത്തു വരുമല്ലോ എന്നുള്ളതാണ് ഷമയുടെ വാദം. ഞങ്ങളൊരു ദേശീയ പാർട്ടി ആയോണ്ട്, ശരി, ഞങ്ങൾ ദേശീയ പാർട്ടി ആയതുകൊണ്ട് നമുക്ക് സമയം വേണം അത് ടാലി ചെയ്തിട്ട് കാണിക്കാൻ. ശരി, ആ സമയം തന്നെയാണ് SBM തേടുന്നത് എന്നുള്ളതാണ് അതിലെ വൈരുദ്ധ്യം. ആ സമയമാണ് SBM തേടുന്നത് എന്നതാണ് അതിലെ വൈരുദ്ധ്യം. അല്ല SBIക്ക് തേടേണ്ട ആവശ്യമില്ല. SBI നമുക്ക് പറഞ്ഞു തരണല്ലോ. SBIന്റെ അടുത്തല്ലേ അല്ലേ ഇൻഫർമേഷൻ ഉള്ളത്. SBI ചിലപ്പോൾ തമിഴ്നാട്ടിലെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവും അവർക്ക്. ഞങ്ങൾക്ക് വേണമെങ്കിൽ കുറെ സംസ്ഥാനത്തിന് ഇൻഫർമേഷൻ തരണം. ശരി, ശ്രീ ഷാജി രാഘവൻ സമയക്കുറവുകൊണ്ടാണ്. ശ്രീ ഷാജി രാഘവൻ, രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ നടന്നിരിക്കുന്നത് എന്നുള്ള വിമർശനമാണ് ഉയർന്നത്. ഇപ്പോൾ 2018 Debate with Smriti Parthikad.